പ്രിയ സഹോദരങ്ങളെ, കുടിലും കൊട്ടാരവും എന്ന ഈ എളിയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു യാത്രയ്ക്കിടെ പകർത്തിയ വീഡിയോ ആണ്. പൂത്തുലഞ്ഞു നിൽക്കുന്ന മാവുകൾ. വർഷത്തിൽ മിക്കപ്പോഴും സീസണൊന്നുമില്ലാതെ തന്നെ കായ്ഫലം തരുന്ന ഇനം മാവുകളാണ്. നോക്കൂ, അതിനുശേഷം വയലുകൾ. ഞാറ് നിരന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ സ്ഥലത്ത് ജലക്ഷാമം രൂക്ഷമാണ്. ഒരിഞ്ച് സ്ഥലം പോലും വേസ്റ്റാക്കാതെ കഴിയുന്നത്ര കേരവൃക്ഷങ്ങളും പ്ലാവ്, പുളി, എന്തിനേറെ എല്ലാ ഫലവൃക്ഷങ്ങളും ഈ നാട്ടിൽ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഇത് കേരളത്തിലല്ല, മറിച്ച് തമിഴ്നാട്ടിലാണ്. നമ്മുടെ പൂർവികർ നട്ടു നനച്ച് കിളിപ്പിച്ചെടുത്ത ഫലവൃക്ഷങ്ങൾ നാം വെട്ടി നശിപ്പിക്കുമ്പോൾ ജലസ്രോതസ്സുകൾ പോലും ഇല്ലാത്ത നാട്ടിൽ അവർ ഉള്ളതുകൊണ്ട് ഓരോന്നും നട്ടു നനച്ച് കിളിപ്പിച്ചെടുക്കുന്നു. ഈ കാഴ്ച പണ്ട് കേരളത്തിൽ കണ്ടിരുന്ന ഒന്നാണ്. എന്നാൽ ഇന്ന് അത് തമിഴ്നാട്ടിലേക്ക് മാറിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ഏറെ കഴിയും മുമ്പ് കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കും. നമുക്ക് അതിനാൽ സമ്പൽ സമൃദ്ധിയുടെ പഴയ കേരളത്തെ വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടു നനച്ച് കിളിപ്പിച്ചെടുക്കുക. വരും തലമുറയെ ബോധവാന്മാരാക്കി മാറ്റി വളർത്തിയെടുക്കാം. പുതിയ തലമുറയെ മൊബൈൽ, TV, പിന്നെ ന്യൂജൻ കറക്കങ്ങൾ എന്നിവയിൽ നിന്നും എല്ലാം മാറ്റിയെടുത്ത് അവരെ മനസ്സിലാക്കി നോക്കൂ, എത്ര മനോഹരമാണ്. ഈ തെങ്ങ് മരങ്ങളൊക്കെ നിൽക്കുന്ന നമ്മുടെ കേരവൃക്ഷങ്ങളാണ്. കേരളത്തിൻ്റെ അടയാളമായിരുന്ന കേരവൃക്ഷങ്ങൾ എത്ര മനോഹരമായിട്ട് കാണാം. നോക്കൂ, രണ്ട് സൈഡുകളിലും ഉൾപ്രദേശങ്ങളിലോട്ട് പോയാൽ മനോഹരമായി അവർ തോട്ടങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ്. കണ്ണിനെന്ത് കൗതുകമേകുന്ന കാഴ്ചകളാണത്. വരും തലമുറയ്ക്ക് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവരെ മറ്റുള്ള രീതികളിൽ നിന്നും ഈ കൃഷിയിലേക്ക് കുറച്ച് പേരെയെങ്കിലും കൃഷികളിലേക്ക് കൊണ്ടുവരാൻ. കൃഷി ഒരു ഉപജീവനം എന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ കൃഷിയും കൂടി ചെയ്ത് ഉപജീവനമാർഗം വേറെ തേടി അങ്ങനെ കൃഷി കയ്യിൽ നിന്ന് വിടാതെ കൊണ്ടു നടക്കാം. അതായിരിക്കും നമുക്ക് നാളെ കാലത്തേക്ക് ഏറ്റവും നമുക്ക് വേണ്ടി ഉതകുന്ന ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കൂ, മനോഹരമായ ഓരോ സ്ഥലങ്ങളിലും അവർ നട്ടു നനച്ച് കിളിപ്പിച്ചെടുത്തിരിക്കുക. റോഡിൻ്റെ സൈഡുകളിൽ, ഉൾപ്രദേശങ്ങളല്ല, റോഡിൻ്റെ സൈഡുകളിലാണ് ഈ കാണുന്നത്. പുറകിൽ മലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് എത്ര കഷ്ടപ്പെട്ട അവർ ജോലി സ്ഥലത്തേക്ക് പോവാണ്. ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകുന്നു, ജോലി സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട നമ്മുടെ നാട്ടിൽ നമുക്ക് ദൈവം എല്ലാം തന്നപ്പോൾ നമ്മൾ മറക്കുന്ന ഒന്നുണ്ട്. വരും തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുക എന്നത് സൂപ്പർ കാഴ്ചയല്ലേ. അവിടെ എല്ലാം മരങ്ങളാണ്, ഓരോ തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ. കണ്ടിട്ടും മതിയായില്ല. സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ വീഡിയോകൾ എടുക്കാൻ സാധിച്ചില്ല. ഒരു അർജൻറ്റ് യാത്രയിലായിരുന്നു. എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകണം. ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, സഹായിക്കണം. ഷെയർ ചെയ്യാത്തവർ, ലൈക്ക് ചെയ്യാത്തവർ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ദയവ് ചെയ്ത് സഹായിക്കുക.